ലൈംഗിക അതിക്രമ ആരോപണങ്ങളിൽ മുഖം നഷ്ടപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി വിലക്കും സതീശന്റെ ബ്ലോക്കും മറികടന്ന് നിയമസഭയിലെത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ അധ്യക്ഷന്റെ വാഹനത്തിൽ ഒളിച്ചെത്തിയ രാഹുൽ പ്രത്യേക ബ്ലോക്കിലാണ് ഇരുന്നത്. കോൺഗ്രസ് എംഎൽഎമാർ രാഹുലിനെ അവഗണിച്ചപ്പോൾ ലീഗ് എംഎൽഎമാർ സീറ്റിലെത്തി കൈകൊടുത്ത് കുശലം പറഞ്ഞു. രാഹുൽ സഭയിലെത്തിയ വിഷയത്തിൽ KPCC അധ്യക്ഷൻ ഉരുണ്ടുകളിച്ചപ്പോൾ പാർട്ടിക്ക് ബാധ്യതയില്ല എന്ന് വ്യക്തമാക്കി നേതാക്കൾ ഒഴിഞ്ഞുമാറി. കോൺഗ്രസിനെ കൊടിയ നാണക്കേടിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ മന്ദിരത്തിന്റെ പടവുകൾ കയറി. ലെവലേശം കൂസലില്ലാതെ ലിഫ്റ്റിൽ കയറി സഭാ ഹാളിലേക്ക്. രാഹുൽ സഭയിലെത്തുമോ ഇല്ലയോ എന്നതിൽ രാവിലെയും ഉദ്വേഗം നിറഞ്ഞു. രാഹുൽ എത്തരുത് എന്ന സന്ദേശം VD സതീശൻ KPCC നേതൃത്വത്തിന് കൈമാറി. എന്നാൽ ലൈംഗിക വിവാദത്തിൽ മാനം കെട്ട അവസ്ഥയിലാണെങ്കിലും മാങ്കൂട്ടത്തിലിന് ചില A ഗ്രൂപ്പ് നേതാക്കളുടെ ആശീർവാദമുണ്ടായിരുന്നു. പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നിറങ്ങിയ രാഹുൽ നേരെ തിരുവനന്തപുരത്തെ സുഹൃത്തിൻ്റെ അടുത്തെത്തി. KPCC അധ്യക്ഷനുമായി ഫോണിൽ സംസാരിച്ച രാഹുൽ സഭയിൽ പങ്കെടുക്കാൻ തീർച്ചപ്പെടുത്തി. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ഷജീർ നേമത്തിന്റെ വാഹനത്തിൽ രാവിലെ 9:15 ഒളിച്ചെത്തിയ രാഹുൽ മാധ്യമങ്ങൾക്ക് മുഖം നൽകിയില്ല. വ്യാജ ID കാർഡ് കേസിലെ പ്രതിയായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ ഫെനി നയനാനും രാഹുലിനൊപ്പം. സഭയിലെ ചരമോപചാര പ്രസംഗങ്ങൾക്കിടെയാണ് രാഹുൽ എത്തിയത്. പ്രതിപക്ഷ നിരയുടെ അവസാനം KM അഷ്റഫിന് ശേഷം പ്രത്യേക ബ്ലോക്കിൽ ഇരിപ്പിടം. മുൻപ് PV അൻവർ ഇരുന്നിടത്തായിരുന്നു രാഹുലിന് ഇക്കുറി സ്ഥാനം. സഭയിലെത്തിയ രാഹുലിനെ കോൺഗ്രസ് MLA മാർ അവഗണിച്ചെങ്കിലും ലീഗ് പ്രതിനിധികൾ സീറ്റിലെത്തി കണ്ടു. MLA മാരായ നജീബ് കാന്തപുരം, UA ലത്തീഫ് എന്നിവർ രാഹുലിന്റെ സീറ്റിലെത്തി സംസാരിച്ചു. TV ഇബ്രാഹിം MLA രാഹുലിന് സമീപത്തെത്തി കൈകൊടുത്ത് കുശലാന്വേഷണം നടത്തി. അദ്ദേഹം പാർട്ടി സെക്രട്ടറിയായും പ്രതിപക്ഷ നേതാവായും മുഖ്യമന്ത്രിയായും എന്ന പദവികളിൽ ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്. 1.25 മണിക്കൂർ സഭയിൽ തുടർന്ന രാഹുൽ 10:31 തിരിച്ചിറങ്ങി. പ്രതിപക്ഷ നിരയിൽ നിന്നും ആരോ കുറിപ്പെഴുതി നൽകിയതിന് പിന്നാലെയാണ് രാഹുൽ സഭ വിട്ടിറങ്ങിയത്. സഭയുടെ മുന്നിൽ കാത്തുനിന്ന മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ രാഹുൽ MLA ഹോസ്റ്റലിലേക്ക്. രാഹുൽ സഭയിലെത്തിയതിൽ പ്രതികരണം തേടിയ മാധ്യമങ്ങളോട് KPCC അധ്യക്ഷൻ ഉരുണ്ടുകളിച്ചു. രാഹുലിന് നിയമസഭയിൽ വരാമെന്നും വിലക്കാനാകില്ലെന്നും സണ്ണി ജോസഫ് രാഹുൽ അനുകൂല നിലപാടെടുത്തു. നിയമസഭയിൽ അദ്ദേഹം ഒരു അംഗമാണ്. പാർട്ടി സസ്പെൻഡ് ചെയ്താൽ അയാളുമായിട്ട് സംസാരിക്കാൻ പാടില്ലെന്ന്. ഇത് മാർക്സിസ്റ്റ് പാർട്ടിയല്ല. MP രാഘവനോട് മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തതല്ല, കോൺഗ്രസ് ഒരു പാർട്ടി പ്രവർത്തനോട് ചെയ്തു. സതീശിന്റെ എതിർപ്പിനെ മറികടന്നെത്തിയ രാഹുലിന്റെ നടപടിയെക്കുറിച്ചുള്ള ചോദ്യത്തിൽ നിന്നും നേതാക്കൾ ഒഴിഞ്ഞുമാറി. പാർട്ടിക്ക് മറുപടി പറയേണ്ട ബാധ്യതയില്ലെന്ന് K മുരളീധരനും കൊടിക്കുന്നിൽ സുരേഷും ഉൾപ്പെടെ നേതാക്കൾ പറഞ്ഞു. നിയമസഭാ സാമാജിക എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് പങ്കെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം. പാർട്ടിക്ക് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമില്ല. അദ്ദേഹം ഇപ്പോൾ പാർട്ടിക്ക് പുറത്താണ്. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചുള്ള ഏത് ചോദ്യത്തിനും ഉത്തരം പറയാൻ നമ്മൾ ബാധ്യസ്ഥമല്ല. KPCC അധ്യക്ഷൻ എല്ലാം പറയുന്നുണ്ടെന്നും അതിൽ കൂടുതലൊന്നും പറയാനില്ലെന്നുമുള്ള തണുപ്പൻ പ്രതികരണമായിരുന്നു യുവനിര നേതാക്കൾക്ക്. എന്നാൽ രാഹുൽ വിഷയം കോൺഗ്രസിനുള്ളിൽ തീപിടിച്ച ചർച്ചകൾക്ക് തുടക്കം കുറിക്കുമെന്ന് ഉറപ്പാണ്. സഭയിലേക്ക് എത്തിയാൽ UDFന്റെ എല്ലാ പ്രതിരോധങ്ങളും പാളുമെന്നുള്ള സകല മുന്നറിയിപ്പുകളും അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സഭയിലേക്ക് എത്തിയത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം കൂടിയാണ് രാഹുലിന്റെ ഈ നടപടി. ഗ്രൂപ്പ് വടംവലി നേതാക്കൾക്കെതിരെ തിരിയുമ്പോൾ ഇനി കോൺഗ്രസ് എന്ത് പ്രതിരോധമാണ് ഉയർത്തുക എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. രാഹുൽ സഭയിൽ മാത്രമല്ല മണ്ഡലത്തിലും സജീവമാകാൻ ശ്രമിക്കുമ്പോൾ VD സതീശന്റെ നിലപാടും നിർണായകം. PR പ്രവീണ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.